Good morning. Today going to talk about objectives of marketing. മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന സബ്ജക്റ്റിലെ യൂണിറ്റ് 1 പാർട്ട് 2 ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഒബ്ജക്റ്റീവ്സ് ഓഫ് മാർക്കറ്റിംഗ്. അതിൽ വരുന്ന പ്രൊവൈഡ് സാറ്റിസ്ഫാക്ഷൻ ടു കസ്റ്റമേഴ്സ്. എല്ലാ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസും എന്തിൽ ഡയറക്റ്റ് ചെയ്യുന്നത് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനാണ്. അതായത് കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് ആൻഡ് വാണ്ട്സ് കണ്ടെത്തി അസർട്ടൈൻ ചെയ്തിട്ട് അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ. സെക്കൻഡ് വൺ ഇൻക്രീസ് ഇൻ ഡിമാൻഡ്. അഡ്വർടൈസ്മെൻറ്റ് മറ്റുള്ള സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് വഴി ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുക, സെയിൽസ് ഇൻക്രീസ് ചെയ്യാവുന്നതാണ്. പ്രൊവൈഡ് ബെറ്റർ ക്വാളിറ്റി ടു ദ പ്രൊഡക്റ്റ് കസ്റ്റമേഴ്സ്. അതായത് പ്രൊഡക്റ്റുകൾ ക്വാളിറ്റി ബെറ്റർ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക. അതായത് ട്രൈ ടു അപ്ഗ്രേഡ് ദിയർ ടെക്നോളജി നോളജ്. അതായത് പ്രൊഡക്റ്റിൽ എപ്പോഴും അപ്ഡേഷൻസും കാര്യങ്ങളും കൊണ്ടുവരിക. ക്രിയേറ്റ് ഗുഡ് വിൽ ഫോർ ഓർഗനൈസേഷൻ. ദെൻ പബ്ലിക്കിൻ്റെ ഇടയിൽ ഒരു ഒബ്ജക്റ്റീവാണ്, മെയിനായിട്ടുള്ള മാർക്കറ്റിങ്ങിൻ്റെ ഒരു ഒബ്ജക്റ്റീവാണ് ബിൽഡ് ഗുഡ് പബ്ലിക് ഇമേജ് ആൻഡ് ക്രിയേറ്റ് ഗുഡ് വിൽ ഓഫ് ദ ഓർഗനൈസേഷൻ. നമ്മുടെ ഓർഗനൈസേഷന് ഗുഡ് വിൽ മെയിൻറ്റെയിൻ ചെയ്യുക, അതുപോലെ തന്നെ പബ്ലിക് ഇമേജ് ഉണ്ടാക്കുക. നെക്സ്റ്റ് ജനറേറ്റ് പ്രോഫിറ്റബിൾ സെയിൽസ് വോളിയം. നെക്സ്റ്റ് വരുന്നത് പ്രോഫിറ്റബിൾ സെയിൽസ് വോളിയം. നമുക്ക് എപ്പോഴും ഒരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള, അതായത് ബ്രേക്ക് ഈവൻ സെയിൽസിനപ്പുറമുള്ള ഒരു സെയിൽസിൻ്റെ ഒരു വോളിയം നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് നമ്മളെപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നെക്സ്റ്റ് വരുന്നതാണ് ഫങ്ഷൻസ് ഓഫ് മാർക്കറ്റിംഗ്. അതിൽ ഫസ്റ്റ് മാർക്കറ്റിംഗ് റിസർച്ച്. ആദ്യം ചെയ്യുന്ന മാർക്കറ്റിംഗ് റിസർച്ചാണ്. നമ്മൾ കളക്ട് ചെയ്യുക, കളക്ഷൻ ആൻഡ് അനാലിസിസ് ഓഫ് റെലവൻറ്റ് വേരിയസ് ആസ്പെക്റ്റ് ഓഫ് മാർക്കറ്റിങ്ങിൻ്റെ കസ്റ്റമർ നീഡ്സ് ആൻഡ് വാണ്ട്സ് കാര്യങ്ങൾ, കോമ്പറ്റീഷൻ, നാച്ചർ ഓഫ് കോമ്പറ്റീഷൻ, നമ്മുടെ ഇപ്പോഴുള്ള പ്രിവൈലിംഗ് പ്രൈസസ്, പ്രൊഡക്റ്റിൻ്റെ പ്രൈസസ്, ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക്, ഏതിലൂടെയാണ് അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, അങ്ങനെയുള്ള ഇൻഫോർമേഷൻസ് ഗ്യാദർ ചെയ്യുക, റെക്കോർഡ് ചെയ്യുക, അനലൈസ് ചെയ്യുക. സെക്കൻഡ് വൺ വരുന്നത് ബൈയിങ് ആൻഡ് അസംബ്ലിങ്. ഇനി മെറ്റീരിയൽസ് ബൈ ചെയ്യുക. അതായത് ബൈയിങ് ആൻഡ് അസംബ്ലിങ് പാർട്ട് ഓഫ് മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമാണ് കളക്ഷൻ ഓഫ് റിക്വയർഡ് ഗുഡ്സ് ഫോർ റീസെയിൽ. നമുക്ക് ബിസിനസ്സിലൊക്കെ ആകുമ്പോൾ സെയിൽസ് ആണ് നടക്കുന്നത്. അതായത് ഹോൾസെയിലായിട്ട് പ്രൊഡക്റ്റ് വാങ്ങുക, റീറ്റെയിലായിട്ട് സെയിൽ ചെയ്യുക. അത് ട്രേഡിങ് ആക്ടിവിറ്റീസിലാണെങ്കിൽ. മറ്റുള്ള പ്രൊഡക്ഷൻ ആണെങ്കിൽ റോ മെറ്റീരിയലൊക്കെ ബൈയിങ് ആൻഡ് അസംബ്ലിങ്. നെക്സ്റ്റ് വരുന്നത് പാക്കേജിങ്. Packaging is the putting goods to attractive package, convenience for customers. കൺസ്യൂമേഴ്സിനെ കൺവീനിയൻ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ടാണ് പാക്കേജിങ് ചെയ്യുന്നത്. പക്ഷേ പാക്കേജിങ് ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള, അതായത് പ്രൊഡക്റ്റിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിട്ടും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അത് പല രീതിയിൽ നമ്മൾ പാക്ക് ചെയ്യും. ബോട്ടിൽസിൽ പാക്ക് ചെയ്യുന്നുണ്ട്, ഗ്ലാസ്സോ പ്ലാസ്റ്റിക് ആയിട്ടുള്ള ബോട്ടിൽസിൽ, ബോക്സസിൽ, പല ടൈപ്പ് ഓഫ് ബോക്സസിൽ, ടിൻ ബോക്സസ്, ഗ്ലാസ് ബോക്സസ്, പേപ്പർ, പ്ലാസ്റ്റിക്, അങ്ങനെയുള്ള ബോക്സസിൽ പാക്ക് ചെയ്യും. അതുപോലെ തന്നെ ക്യാന്, ബാഗ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ പാക്ക് ചെയ്യാറുണ്ട്. ദെൻ ഫ്യൂ ഗ്രാംസ്, ഓരോ ഗ്രാമുകളായിട്ട് പാക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ വെയിറ്റ്, കണ്ടൻറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പാക്കിങ്ങിൽ ഇൻവോൾവ്ഡ് ആണ്. സ്യൂട്ടബിൾ കണ്ടെയ്നർ, അതാണ് മെയിനായിട്ടുള്ള എയിം എന്ന് പറഞ്ഞാൽ പാക്കിങ്ങിൻ്റെ. അതായത് ഹാൻഡിൽ ചെയ്യാനും കീപ്പ് ചെയ്യാനും പറ്റുന്ന രീതിയിലുള്ള സ്യൂട്ടബിൾ കണ്ടെയ്നർ, ട്രാൻസ്പോർട്ടേഷനൊക്കെ വേണ്ടി ആയിട്ടുള്ള സ്യൂട്ടബിൾ കണ്ടെയ്നർ. നെക്സ്റ്റ് വരുന്ന സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് ഗ്രേഡിങ്. ഇനി നമ്മൾ ഷേപ്പ്, ഡിസൈൻ, കളർ അതിനനുസരിച്ച് സ്റ്റാൻഡർഡൈസ് ചെയ്യുക, നമ്മൾ ഗ്രേഡ് ചെയ്യുക. അതായത് അഗ്രികൾച്ചർ പ്രൊഡക്റ്റൊക്കെ ആണെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ സൂപ്പർ ക്വാളിറ്റി, അതുപോലെ തന്നെ മീഡിയം ക്വാളിറ്റി, അങ്ങനെയുള്ള ഗ്രേഡ് ചെയ്യാറുണ്ട്. എല്ലാ സാധനങ്ങളും അതുപോലെ ഗ്രേഡ് ചെയ്യും. അതുപോലെ തന്നെ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് പ്രീമിയം ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കും, റേറ്റ് കുറഞ്ഞിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കും, അങ്ങനെയുള്ള രീതിയിലും പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാറുണ്ട്. നെക്സ്റ്റ് ബ്രാൻഡിങ്. ബ്രാൻഡിങ് മീൻസ് അട്രാക്റ്റീവ് നെയിം, സിമ്പൽ, ഐഡൻറ്റിറ്റി മാർക്കാണ് ബ്രാൻഡിങ് എന്ന് പറയുന്നത്. ദെൻ നെയിം ആവാം, സിമ്പൽ, അതായത് നമ്മുടെ പ്രൊഡക്റ്റിനെ മറ്റുള്ളതിൽ നിന്നും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന എന്ത് സിമ്പലോ മാർക്കോ പേരോ എന്ത് വേണമെങ്കിലും ബ്രാൻഡിങ്ങിൽ, അതെല്ലാതും കൂടി ചേർന്നാണ് ബ്രാൻഡിങ് എന്ന് പറയുന്നത്. ഇനി പ്രൈസിങ് ഓഫ് പ്രൊഡക്റ്റ്. അതായത് ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസിങ് എന്ന് പറയുന്നത്, ഫിക്സേഷൻ ഓഫ് പ്രൈസിങ് എന്ന് പറയുന്നത് കസ്റ്റമേഴ്സ് കപ്പാസിറ്റി ടു പേ, എത്രയാണ് കസ്റ്റമേഴ്സിന് കൊടുക്കാനാവുന്ന തുക, അതാണ് മെയിനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്, പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. നമ്മൾ പ്രൊഡക്ഷൻ്റെ ചാർജ് കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്യും. അതോടൊപ്പം തന്നെ കപ്പാസിറ്റി ഓഫ് കസ്റ്റമേഴ്സ് ടു പേ, എത്രയാണ് അവർക്ക് കൊടുക്കാൻ പറ്റുക, അതും കൂടി നമ്മൾ കൺസിഡർ ചെയ്യും. ഇനി പ്രൊമോഷൻ ഓഫ് ദ പ്രൊഡക്റ്റ്. പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ അഡ്വർടൈസ്മെൻറ്റ്, പേഴ്സണൽ സെല്ലിംഗ് വഴി മാക്സിമം കസ്റ്റമേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യുക, പ്രൊഡക്റ്റ് ബൈ ചെയ്യാനായിട്ട് മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ. ഇനി നമ്മൾ ഫിസിക്കൽ ട്രാൻസ്ഫർ ആണ്, വെയർഹൗസിൽ നിന്ന് ട്രാൻസ്പോർട്ടേഷൻ വഴി കസ്റ്റമേഴ്സിൻ്റെ പോയിൻ്റ് ഓഫ് സെയിൽ നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് സെല്ലിംഗ്, ഓണർഷിപ്പ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ട്രാൻസ്ഫർ ഫ്രം സെല്ലർ ടു ദ ബയ്യർ. പ്രൊഡക്റ്റുകൾ
സെയിൽ ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ് വരുന്നത് സ്റ്റോറേജ് ആൻഡ് വെയർ ഹൗസിങ്. സ്റ്റോറേജ് ആൻഡ് വെയർ ഹൗസിങ് എന്നാൽ പ്രിസർവ് ചെയ്ത് വയ്ക്കുക. നമ്മൾ ഗുഡ്സുകൾ പ്രിസർവ് ചെയ്ത് വയ്ക്കുക. ഒരു ടൈം ഓഫ് സെയിൽ വരെ നമ്മൾ പ്രൊക്യൂർ ചെയ്ത് വയ്ക്കുക, സേഫായിട്ട് കീപ്പ് ചെയ്ത് വയ്ക്കാം. ലാർജ് സ്കെയിൽ സ്റ്റോറേജ് ഫെസിലിറ്റിയൊക്കെ സാധാരണ രീതിയിൽ വലിയ ഓർഗനൈസേഷനൊക്കെ ആണെങ്കിൽ അതിനുള്ള ഫെസിലിറ്റി ഉണ്ടായിരിക്കണം. പിന്നെ പലപ്പോഴും നമ്മൾ റോ മെറ്റീരിയലൊക്കെ ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കേണ്ടതായിട്ട് വരും. നമുക്ക് മെറ്റീരിയൽ അവൈലബിൾ ആവുന്ന സമയത്ത്, നമ്മൾ മാംഗോ ഒക്കെ അവൈലബിൾ ആവുന്ന സമയത്ത് അതിൻ്റെ പൾപ്പൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് പൾപ്പൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത് വെക്കും. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റോറേജ് ആൻഡ് വെയർ ഹൗസിങ് വേണം. പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതിന് മുന്നേയും നമുക്ക് സ്റ്റോറേജ് ആവശ്യമാണ്. പ്രൊഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം വെയർ ഹൗസിങ് ആവശ്യമാണ്. അത് നമ്മൾ സാധാരണ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതിന് മുന്നേ നമ്മൾ പറയും സ്റ്റോറാണ് എന്നാണ് പറയാം. പ്രോഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ വെയർ ഹൗസ് ആണ് സാധാരണ രീതിയിൽ പറയാറുള്ളത്. ഇനി ട്രാൻസ്പോർട്ടേഷൻ റെഫേഴ്സ് ടു ദ ഫിസിക്കൽ മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. മാർക്കറ്റിംഗിൽ ട്രാൻസ്പോർട്ട് ആസ് ആക്ടിവിറ്റി ടു ഫിസിക്കൽ മൂവ്മെൻറ്റ് ഓഫ് റോ മെറ്റീരിയൽ ആസ് വെൽ ആസ് ഫിനിഷ്ഡ് ഗുഡ്സ് ഫ്രം ദ പേസ് ഓഫ് പ്രൊഡക്ഷൻ ടു ദ കൺസംഷൻ്റെ സ്ഥലത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ട്രാൻസ്പോർട്ടേഷനിൽ പറയുന്നത്. ഓക്കെ, താങ്ക് യു.